നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഗാബിഗോൾ അഥവാ ഗബ്രിയൽ ബർബോസ ഒരു കാലത്ത് വലിയ പ്രതീക്ഷയായിരുന്നു ഇവനിൽ ബ്രസീലിയൻ ഫുട്ബോളിനുണ്ടായിരുന്നത്. ഗോളടിച്ചു കൂട്ടാൻ പ്രത്യേക മികവുള്ളതുകൊണ്ടാണ് ഗാബിഗോൾ എന്ന പേര് പോലും ലഭിച്ചത്. പക്ഷേ യൂറോപ്പിലേക്കുള്ള കൂടുമാറ്റം അതത്ര മികച്ച രൂപത്തിൽ സക്സസ്ഫുൾ ആയില്ല. ഇന്റർ മിലാനിലേക്ക് ചെറിയ പ്രായത്തിൽ പോയി അവിടെ നിന്ന് അതേ വേഗത്തിൽ തിരികെ വന്നിടത്ത് അയാളുടെ കരിയറിൻ്റെ ഉയർച്ചയുടെ ഗതിവേഗവും കുറഞ്ഞു. ഇപ്പോൾ 29ാമത്തെ വയസ്സിൽ തൻ്റെ കുട്ടിക്കാല ക്ലബ്ബായ സാൻഡോസിലേക്ക് മടങ്ങിയെത്തുമ്പോൾ അയാളുടെ മനസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് വേൾഡ് കപ്പ് തന്നെയാണെന്ന് ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് അടുത്ത വേൾഡ് കപ്പിന് പോവുക എന്നുള്ള ഒരാഗ്രഹം ഗാബിഗോളിന് വളരെയധികമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ക്രുസൈറോയിൽ നിന്ന് ഇപ്പോൾ സാൻഡോസിലേക്ക് സ്വിച്ച് ചെയ്തിരിക്കുന്നത്. കാരണം ഈ ഒരു മൂവിൽ സ്ട്രൈക്കർ മോട്ടിവേറ്റഡ് ആവാൻ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കാർലോ ആഞ്ചലോട്ടി തന്നെ ടീമിലേക്ക് എടുക്കണമെങ്കിൽ കൂടുതൽ പ്ലേയിങ് ടൈം ലഭിക്കണം എന്നുള്ളതാണ്. പ്ലെയറിൻ്റെ വ്യൂവിൽ നോക്കുകയാണെങ്കിൽ ഇനി ക്രുസൈറോയിൽ തുടരുകയാണെങ്കിൽ തൻ്റെ പ്ലേയിങ് ടൈം വളരെയധികം കുറയാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ ഇപ്പോൾ പുതിയ കോച്ചായിട്ട് വന്നിട്ടുള്ള ടിറ്റോയാണ്. ടിറ്റോയുമായിട്ട് അദ്ദേഹത്തിന് കുറേ ഡിസഗ്രിമെൻറ്റ്സ് ഉണ്ട്, അത്ര യോജിപ്പിലല്ല. അപ്പോൾ അതുകൂടിയാകുമ്പോൾ തൻ്റെ ടീമിലെ സ്ഥാനത്തിന് വലിയ രൂപത്തിൽ കോട്ടം തട്ടുമെന്ന് ഗാബിഗോൾ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇങ്ങനെയൊരു ലോൺ ഡീലിന് തയ്യാറായിരിക്കുന്നത്. ഗാബിഗോൾ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം, സാൻഡോസ് അദ്ദേഹത്തിന് വളരാനുള്ളൊരു ഫേവറബിൾ സെനാരിയോ ഒരിക്കൽ കൂടി ഒരുക്കും. ഗുഡ് ഫുട്ബോൾ അദ്ദേഹത്തിന് പുറത്തെടുക്കാൻ അതിലൂടെ സാധിക്കും എന്നും അദ്ദേഹം പ്രതീക്ഷിക്കുന്നു. മറ്റ് ഫാക്ടറുകൾ അദ്ദേഹം വെയ് ചെയ്തിരിക്കുന്നത് ഈ ഡീലിൽ അദ്ദേഹത്തിൻ്റെ ഫാമിലി അവരിപ്പോഴും സാൻഡോസ് ക്ലബിനോട് അടുത്ത ഭാഗങ്ങളിലൊക്കെ തന്നെയാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ഫാമിലിക്കടുത്തേക്ക് മാറുക എന്നൊരു ഉദ്ദേശം കൂടി ഇതിലുണ്ട്. പിന്നെ നെയ്മർ ജൂനിയറോടൊപ്പം കളിക്കുക എന്നതും മറ്റൊരു ഫാക്ടറായി വർദ്ധിച്ചു എന്നാണ് ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. പിന്നെയുള്ള ചോദ്യം, അപ്പോൾ ഇതാണ് ഫാക്റ്റ് എന്നിരിക്കെ പിന്നെയുള്ള ചോദ്യം ദേശീയ ടീമിലേക്ക് എന്നുള്ള ആ സ്വപ്നം ഇനി യാഥാർത്ഥ്യമാകുമെന്നുള്ളതാണ്. 2016 മുതൽ 2022 വരെയുള്ള കാലഘട്ടത്തിൽ ഈ പറയുന്ന ടിറ്റ തന്നെ കോച്ചായിരുന്ന ഘട്ടത്തിൽ 18 അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ഗാബിഗോളിന് അവസരം കൊടുത്തിട്ടുണ്ട്. 5 ഗോളുകളാണ് ബ്രസീലിന് വേണ്ടി അവൻ നേടിയിട്ടുള്ളത്. ബ്രസീലിൻ്റെ under-15, under-17, under-20, under-23 ടീമുകൾക്കൊക്കെ കളിച്ചെന്ന് പറയുമ്പോൾ ചെറിയ പ്രായത്തിൽ എത്രത്തോളം പ്രോമിസിങ് പ്ലെയർ ആയിട്ടാണ് ഗാബിഗോളിനെ കണ്ടിരുന്നത് എന്ന കാര്യം കൂടി മനസ്സിലാക്കണം. ഇപ്പോൾ സാൻഡോസിലൂടെ വളർന്ന് 2016 ആകുമ്പോഴേക്കും യൂറോപ്പിലേക്ക് പോകാനുള്ള അവസരം ലഭിക്കുകയാണ്. ഇൻ്റർ മിലാനിലേക്കാണ് ചേക്കേറിയത്. പക്ഷേ ഇൻ്റർ മിലാനിൽ അവൻ ക്ലച്ച് പിടിച്ചില്ല. ലോണിൽ പിന്നീട് ബെൻഫിക്കയിലേക്ക് പോയി. 2018 ലോണിൽ സാൻഡോസിലേക്ക് പോയി. 2019 ലോണിൽ ഫ്ലമിംഗോയിലേക്ക് പോയി. അങ്ങനെ 2020 വരെയുള്ള ഇൻ്ററിൻ്റെ ആ കരാറിൽ അദ്ദേഹം പല ബ്രസീലിയൻ ക്ലബ്ബുകൾ തന്നെ ലോണിലേക്ക് കളിക്കുന്നതാണ് കണ്ടത്. 2020-24 പിന്നെ ഫ്ലമിംഗോയിൽ പെർമനൻ്റായിട്ട് കളിക്കുകയും ചെയ്തു. 2025 ക്രുസൈറോയിലേക്ക് കൂടുമാറിയത്. ഏതായാലും ഇപ്പോൾ തൻ്റെ ഫോം തിരികെ പിടിക്കാനാവും. തനിക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിച്ചാൽ മിന്നിക്കെത്താൻ പറ്റും, ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് തിരികെ എത്താൻ പറ്റുമെന്ന പ്രതീക്ഷയിലാണ് ഗാബിഗോൾ. ബ്രസീലിൽ ഒരു ഗോളടിക്കുന്ന നമ്പർ 9 സ്ട്രൈക്കർ ആവശ്യവുമുണ്ട്. ഗാബിഗോളിനെ കൊണ്ടാകുമോ ആഞ്ചലോട്ടിയെ കൺവിൻസ് ചെയ്യാൻ? കാത്തിരിക്കാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.